ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും സർവശക്തനായ ദൈവം ചൊരിയുന്ന അനന്തമായ കൃപ സ്വീകരിക്കാൻ ഒരുങ്ങാം. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ എന്തുതന്നെയാണെങ്കിലും കർത്താവ് ആ വിഷയത്തിൽ ഇടപെട്ട് നമ്മുടെ മേൽ നിശ്ചയമായും അനുഗ്രഹം ചൊരിയുമെന്ന് വിശ്വസിച്ച് നമ്മൾ ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ആമുഖമായി ഒരു സുന്ദരമായ വചനം പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് യെശയ്യായുടെ പ്രവചനം 56 അധ്യായം 7 തിരുവചനമാണ്. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 56:7. വചനം ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ വിശുദ്ധഗിരിയിലേക്ക് കൊണ്ടുപോകും, എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവർക്ക് സന്തോഷം നൽകും. അവരുടെ ദഹനബലികളും മറ്റു ബലികളും എൻ്റെ ബലിപീഠത്തിൽ സ്വീകാര്യമായിരിക്കും. എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് അറിയപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇതാ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്കുള്ള ഒരു സദ്വാർത്ത. ഈ ശുശ്രൂഷ ഇതൊരു ബലിയർപ്പണം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വചനം വിളമ്പുന്ന സ്ഥലങ്ങളിൽ വലിയൊരു ബലിയർപ്പണ ശുശ്രൂഷയാണ് സംഭവിക്കുന്നത്. വചനം നമുക്ക് നൽകുന്ന ഉറപ്പെന്താണെന്നറിയോ? കർത്താവ് ഈ ശുശ്രൂഷ സമയത്തിൽ നമ്മിൽ നൽകുന്ന കൃപ, വലിയ സന്തോഷം. നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് ഉത്തരം നൽകുന്ന ശുശ്രൂഷ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടല്ലോ ഈ ലോകത്തിൽ പല സ്ഥലങ്ങളിലായിരിക്കുന്ന നമ്മൾ ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ടാണ് വചനം പഠിപ്പിച്ചത്, ഇതാ എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്നറിയപ്പെടും. പല ജാതിയിലും മതത്തിലും വർഗത്തിലും ഈവൻ ഭാഷയിലും പെട്ടവർ പോലും ഈ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനന്തമായ സ്നേഹത്തിൽ ഒരുമിച്ച് ചേർക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ മണിക്കൂറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പ്രാർത്ഥനയിൽ ചേർത്ത് വയ്ക്കുകയാണ്. അതിതാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പ്രാർത്ഥനയ്ക്കായി നമ്മൾ ചേർത്ത് വയ്ക്കുകയാണ്. പലരും പറയുന്ന ഒരു കാര്യം, എന്തിനാണ് ഈ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാൻ പോകുന്നത്? ഈ പുണ്യസ്ഥലങ്ങളൊക്കെ എന്തിനാണ് സന്ദർശിക്കുന്നത്? വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? ഞങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നത്? ഒരു പക്ഷേ ഈ ശാലോം ടെലിവിഷനിലൊക്കെ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ ചിലർ ചോദിക്കും, എന്തിനാ ഈ ശാലോം വെച്ചുകൊണ്ടിരിക്കുന്നത്? വേറെ പണിയൊന്നുമില്ലേ? ഈ കഴിഞ്ഞ നാളിൽ മകളെ പഠിപ്പിച്ച് വളർത്തി മകൾക്കൊരു ജോലിയൊക്കെയായി മിടുക്കിയായ മകള് അമ്മയോട് വന്ന് ചോദിച്ച ചോദ്യം, അമ്മ മിക്കവാറും സമയം ശാലോം ടെലിവിഷൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥനയിലാണ്. അമ്മയ്ക്ക് നാണമൊന്നുമില്ലേ? അമ്മ 24 മണിക്കൂർ ഈ ശാലോമം കണ്ടുകൊണ്ടിരിക്കുവാണോ? അമ്മ വേറെ വല്ല പണി ചെയ്തുകൂടെ? അമ്മയ്ക്ക് പുറത്തിറങ്ങിയിട്ട് മറ്റു കൂട്ടുകാരികളുടെ കൂട്ടത്തിൽ കൂടി അമ്മയുടെ പ്രായത്തിൽപ്പെട്ടവരൊക്കെ ആയിട്ട് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി ചില്ല് ചെയ്തുകൂടെ? ഇതെന്തിനാ ഈ എപ്പോഴും ഈ ശാലോമിൻ്റെ മുമ്പിൽ ഇരിക്കുന്നേ? ഒരു ചോദ്യമല്ലേ? ചില വീടുകളിലൊക്കെ വളരെ വലിയ അസ്വസ്ഥതകളിലാണ്. വേറെ പല കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ടൊരു ശുശ്രൂഷയിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ ചോദ്യം, എന്തിനാ ഇങ്ങനെയൊക്കെയുള്ളൊരു ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്? എന്തിനാ ഈ ധ്യാന കേന്ദ്രങ്ങളിൽ പോകുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലുമൊക്കെ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി താമസിച്ചുള്ള ഒരു ധ്യാനം പോലും കൂടാത്തവർ ഒന്ന് കൈവക്കാവോ? എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു ധ്യാന കേന്ദ്രത്തിലും പോയി ഒരു ധ്യാനവും കൂടിയിട്ടില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ഇടവക ധ്യാനമല്ല, കൺവെൻഷനുകളല്ല, താമസിച്ച് വീട്ടിൽ നിന്ന് പോയി അവിടെ പോയി താമസിച്ചൊരു ധ്യാനം. അങ്ങനെ കൂടാത്തൊരു ഒത്തിരി പേരുണ്ടല്ലോ. ഒരു ധ്യാനം കൂടണ്ടേ? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ചോദ്യം പലരും ചോദിക്കാം, എന്തിനാ അവിടം വരെ പോണേ? അവിടെ പോയെങ്കിൽ ഇപ്പം ഇത് ശരിയാവുള്ളൂ. അവിടെ എന്താ ഇത്ര വലിയ പ്രത്യേകത? ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അല്ലേ? പ്രിയപ്പെട്ടവർ, എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ടെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. അപ്പോൾ ചിലരിപ്പോൾ പറയും, ഈ അച്ഛൻ പോട്ടാശ്രമത്തിലായതുകൊണ്ട് അച്ഛൻ പറയുന്നു പോട്ടയിൽ വരാൻ വേണ്ടി വിളിക്കുന്നു. അല്ല, ഇങ്ങോട്ട് നോക്കിക്കേ,
പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കും. നമ്മളൊന്ന് പഠിക്കണ്ടേ? മക്കബായരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 19ഉം 20ഉം തിരുവചനം. സാധിക്കുന്നവര് ആ വിശുദ്ധ ഗ്രന്ഥം തുറന്ന് മക്കബായരുടെ പുസ്തകം ഒന്ന് കണ്ടുപിടിച്ചേ. മക്കബായരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 19ഉം 20ഉം തിരുവചനം. വചനം ഇങ്ങനെയാണ്: കർത്താവ് വിശുദ്ധ സ്ഥലത്തിനു വേണ്ടി ജനത്തെ തെരഞ്ഞെടുക്കുകയല്ല, ജനത്തിനു വേണ്ടി സ്ഥലം തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. കണ്ടോ? ദൈവം ഒരു ധ്യാന കേന്ദ്രം, ഒരു ശുശ്രൂഷ അത് തിരഞ്ഞെടുക്കുമ്പോൾ ആ സ്ഥലത്തിനൊരു പ്രാധാന്യമുണ്ടെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. ജനത്തിനു വേണ്ടി ദൈവം ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നു. ആർക്കു വേണ്ടി? ജനത്തിനു വേണ്ടി ദൈവം ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നു. ഉദാഹരണത്തിന് പോട്ട ആശ്രമം. ദൈവം ഒരു സ്ഥലം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ആർക്കു വേണ്ടി? ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് തിരഞ്ഞെടുത്ത ഒരു സ്ഥലം. ഏത് ധ്യാന കേന്ദ്രങ്ങളും ശുശ്രൂഷയുടെയും ഒക്കെ അടിസ്ഥാനം അവിടെയാണ്. ദൈവം ഒരു സ്ഥലം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ആർക്കു വേണ്ടി? ജനത്തിന് പ്രാർത്ഥിക്കാൻ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സ്ഥലം. എന്നിട്ട് വചനം ഇങ്ങനെയാണ്, 20ാമത്തെ വചനം: അതിനാൽ ജനത്തിൻ്റെ കഷ്ടതകളിലും ഐശ്വര്യത്തിലും ആ സ്ഥലവും പങ്കുചേർന്നു. ഒന്നും കൂടെ വായിക്കാം. അതിനാൽ ജനത്തിൻ്റെ കഷ്ടതകളിലും ഐശ്വര്യത്തിലും ആ സ്ഥലവും പങ്കുചേർന്നു. സർവശക്തൻ ക്രോധത്താൽ പുറം തള്ളിയതിനെ പരമോന്നതനായ അവിടുന്ന് ജനത്തോട് അനുരഞ്ജനപ്പെട്ടപ്പോൾ അതിൻ്റെ സർവമഹത്വത്തിലും പുനഃസ്ഥാപിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു സ്ഥലം, ധ്യാന ശുശ്രൂഷ കേന്ദ്രം, ഒരു പ്രാർത്ഥനാലയം ദൈവം തിരഞ്ഞെടുക്കുകയാണ്. നമ്മുടെയൊക്കെ ഇടവക ദേവാലയങ്ങളൊന്ന് ചിന്തിച്ചേ. ദൈവം തിരഞ്ഞെടുത്ത ഒരിടമാണ്. ആ ഇടത്തിന് അതിൻ്റെ പ്രാധാന്യമുണ്ട്. ആ ഇടത്തിന് അതിൻ്റെ പ്രാധാന്യം ഉണ്ട്. അപ്പം നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, എന്തിനാണ് ഇന്ന സ്ഥലത്ത് പോകുന്നത്, ഇന്ന ധ്യാന കേന്ദ്രത്തിൽ പോകുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം കൊടുക്കണം. അതായത് ദൈവം തിരഞ്ഞെടുത്ത ഒരു സ്ഥലമാണ്. നമുക്കറിയാം, ദൈവം എല്ലായിടത്തും ഉണ്ട്, ഇല്ലേ? എല്ലായിടത്തും ഉണ്ട്. എന്നാൽ എല്ലാ സ്ഥലവും ദൈവീകമാണോ? ദൈവം എല്ലായിടത്തും ഉണ്ട്, പക്ഷെ എല്ലാ സ്ഥലവും ദൈവീകമാണോ? അല്ല. പ്രിയപ്പെട്ടവരെ, മന്ത്രവാദം, കൂടോത്രം, ആഭിചാര പ്രക്രിയ, ഒരു കൊലപാതകം, തിന്മ നടന്ന ഒരു സ്ഥലത്ത് ആ സ്ഥലം ആരുടെ കസ്റ്റഡിയിലാണ്? തിന്മയുടെ കസ്റ്റഡിയിലാണ്. ആ പ്രദേശത്ത്, ആ സ്ഥലത്ത് അതിൻ്റെ അന്ധകാരത്തിൻ്റെ ഒരു പീഡയുണ്ട്. സത്യമായ കാര്യമല്ല. അതുകൊണ്ടാണ് വെഞ്ചരിപ്പ് പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നത്. ഉദാഹരണത്തിനൊരു വീട് വെഞ്ചരിക്കുന്നു, ഒരു സ്ഥലം വെഞ്ചരിക്കുന്നു. അതെന്താ അതിൻ്റെ പ്രാധാന്യം? ആ മണ്ണിനെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വീട് പണിയുന്നതിന് മുമ്പ് കല്ലിടുന്ന കർമ്മം, അല്ലേ? ഇടവക വികാരിയച്ഛനെ കൊണ്ടുവന്ന് ഇതാ നമ്മളവിടെ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇവിടെ പണിയാൻ പോകുന്ന വീടും അന്തരീക്ഷവും കർത്താവെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. ഈ മണ്ണിൽ എന്തെങ്കിലും തരത്തിലുള്ള തിന്മകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പോട്ടെ. വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്നു. വീട് പണിത ശേഷം വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വാഹനം വാങ്ങിയാൽ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ധരിക്കുന്ന കൊന്ത, വെന്തിങ്ങ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഈ വെഞ്ചരിപ്പിൻ്റെ പ്രാധാന്യം വരുന്നത് അവിടെയാ. ദൈവം എല്ലായിടത്തുമുണ്ട്, പക്ഷേ എല്ലായിടത്തും എല്ലാ അന്തരീക്ഷവും ദൈവീകമാകണമെന്നില്ല. കാരണം തിന്മ ആ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ വെഞ്ചരിച്ചൊക്കെയുള്ള പ്രാർത്ഥനയുടെ ഫലമായി തിന്മയ്ക്കുമേലൊരു അധികാരം, ദൈവീകമായ സാന്നിധ്യം ആ സ്ഥലത്തും സാഹചര്യങ്ങളിലും വ്യാപരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് നിയമാവർത്തന പുസ്തകം, ബുക്ക് ഓഫ് ഡ്യൂട്രോണമി, നിയമാവർത്തന പുസ്തകം 12-ാം അധ്യായം നമ്മൾ വ്യക്തമായി ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. നിയമാവർത്തന പുസ്തകം 12-ാം അധ്യായം 11-ാം തിരുവചനം, ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 12 വേഴ്സ് 11. വചനം ഇങ്ങനെയാണ്: അപ്പോൾ തൻ്റെ നാമം സ്ഥാപിക്കാനായി നിങ്ങളുടെ ദൈവമായ കർത്താവ് ഒരു സ്ഥലം തിരഞ്ഞെടുക്കും. കണ്ടോ? അപ്പോൾ തൻ്റെ നാമം സ്ഥാപിക്കാനായി നിങ്ങളുടെ ദൈവമായ കർത്താവ് ഒരു സ്ഥലം സ്ഥാപിക്കും. ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് സ്ഥാപിക്കുന്നു. ഒരു ധ്യാന മന്ദിരം,
ഒരു ശുശ്രൂഷാ കേന്ദ്രം, ഒരു ദേവാലയം ദൈവം തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പാണ്. മനുഷ്യർ വളരെ നിമിത്തങ്ങളായി മാറുന്നു, അത്രേ ഉള്ളൂ. ഒരു ധ്യാന മന്ദിരത്തിൽ ചിന്തിച്ച്, ഉദാഹരണത്തിന് പോട്ട ആശ്രമം, ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കമ്പറമ്പിലച്ചൻ്റെയും ജോർജ് പനക്കലച്ചൻ്റെയും ഒക്കെ വലിയ കഷ്ടപ്പെട്ട് നിറഞ്ഞ ജീവിതത്തിൻ്റെ ഫലമായി ദൈവം തിരഞ്ഞെടുത്തൊരു സ്ഥലം. എന്നാൽ പിന്നീട് കാലം മാറി അവിടെ അനേക വൈദികർ വരുന്നു, അവിടെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ദൈവം തിരഞ്ഞെടുത്തതാണ്. അതിന് ചില വ്യക്തികളെ കർത്താവ് അതിനോട് ചേർന്ന് ഉപയോഗിക്കും. ഇപ്പം നിങ്ങൾ ഈ ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോൾ ചിന്തിച്ച് നോക്കിയേ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, ഒരുപക്ഷെ നിങ്ങളുടെ ഇടവകയിൽ, ആ ഇടവക പള്ളി ആ പ്രദേശത്ത് വരുന്നതിന് വേണ്ടി നിങ്ങൾ ഒരുപക്ഷെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ പള്ളി പണിക്ക് വേണ്ടി, സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി, അതിനോട് ബന്ധപ്പെട്ട് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടില്ല, ഉണ്ടാവും. നിങ്ങളുടെ മുൻ തലമുറയിൽപ്പെട്ടവർ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ ദൈവം ചിലരെ ചേർത്ത് വയ്ക്കും. എന്തിനാ? ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പാണ്. ഒരു സ്ഥലം ദൈവം തിരഞ്ഞെടുക്കുന്നതാണ്. വചനം ആഗ്രഹിക്കുന്നതിനാണെന്നറിയോ? അങ്ങനെ ദൈവം തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോവണം, നമ്മൾ അന്വേഷിച്ച് ചെല്ലണം. അത് നമ്മുടെ കടമയാണ്. നിയമാവർത്തന പുസ്തകം 12-ാം അധ്യായം 5-ാം തിരുവചനം. 5-ാം തിരുവചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കുവാനും തനിക്ക് വസിക്കുവാനുമായി നിങ്ങളുടെ സകല ഗോത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഏതെന്ന് അന്വേഷിച്ച് നിങ്ങൾ അവിടേക്ക് പോവണം. കർത്താവ് പറയുകയാണ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് നിങ്ങൾ പോകണം. നമ്മൾ അന്വേഷിച്ച് പോകണം. ധ്യാന കേന്ദ്രങ്ങൾ അന്വേഷിച്ച് പോകണം. തീർത്ഥാടന കേന്ദ്രങ്ങൾ അന്വേഷിച്ച് പോകണം. പ്രാർത്ഥനാലയങ്ങൾ കിട്ടുന്ന സമയങ്ങളിലൊക്കെ അന്വേഷിച്ച് പോകണം. അവിടെയൊക്കെ പോയി ധ്യാനങ്ങളും പ്രാർത്ഥനയിലും പങ്കെടുക്കണം. വെറുതെ വിമർശിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. വിമർശനമല്ല വേണ്ടത്, മറിച്ച് എന്താ വേണ്ടത്? നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാനും അഭിഷേകം പ്രാപിക്കാനുമുള്ള വലിയൊരു തീരുമാനം, ശുശ്രൂഷകൾ പങ്കെടുക്കാനുള്ള വലിയ തീരുമാനം. വിമർശിക്കുന്നവരുടെ പ്രത്യേകത എന്താ? അവർ ഒരിക്കലും ഇങ്ങനെയുള്ള ശുശ്രൂഷയിൽ പങ്കെടുക്കത്തുമില്ല, മാറി നിന്ന് വിമർശിച്ചുകൊണ്ടേയിരിക്കും. ജീവിതകാലം മുഴുവൻ വിമർശിക്കാ പോരാ, മറിച്ച് ഇങ്ങനെയുള്ള ശുശ്രൂഷകളിൽ ഒന്ന് പങ്കെടുക്കാനുള്ള വലിയ തീരുമാനം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ആലയങ്ങൾ ചെന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളോട് ദിനവൃത്താന്ത പുസ്തകം ബുക്ക് ഓഫ് ക്രോണിക്കിൾസ്, ദിനവൃത്താന്ത പുസ്തകം 2-ാം പുസ്തകം 7-ാം അധ്യായം 12 മുതലുള്ള വചനങ്ങൾ. ബുക്ക് ഓഫ് ക്രോണിക്കിൾസ്, സെക്കൻഡ് ബുക്ക്, ചാപ്റ്റർ 7 വേഴ്സ് 12 ഓൺവേഴ്സ്, 12 മുതലുള്ള വചനങ്ങൾ നമുക്കൊന്ന് വായിച്ചു പഠിക്കാം. വചനം ഇങ്ങനെയാണ്: രാത്രി കർത്താവ് സോളമന് പ്രത്യക്ഷനായി പറഞ്ഞു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. കണ്ടോ? സോളമനോട് ആദ്യം തന്നെ പറഞ്ഞ കാര്യം, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. എനിക്ക് ബലിയർപ്പിക്കാനുള്ള ആലയമായി ഈ സ്ഥലം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒരു ധ്യാന മന്ദിരത്തെ, ഒരു പ്രാർത്ഥനാലയത്തെ, ഒരു ഇടവക കൂട്ടായ്മയെ കർത്താവ് പഠിപ്പിക്കുകയാണ്, ദാ ഈ സ്ഥലം എൻ്റെ പ്രാർത്ഥനാലയമാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ്. എന്നിട്ട് അടുത്തൊരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ചെയ്യേണ്ട കാര്യം, 13-ാമത്തെ വചനം പ്രതിസന്ധികളെ കുറിച്ചാണ്. വചനം ഇങ്ങനെയാണ്: ഞാൻ മഴ തരാതെ ആകാശം അടയ്ക്കുകയോ ദേശത്തെ കൃഷി നശിപ്പിക്കുവാൻ വെട്ടികളെയോ നിയോഗിക്കുകയോ എൻ്റെ ജനത്തിനിടയിൽ മഹാമാരി അയക്കുകയോ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുന്ന തടസ്സങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, മഹാമാരികൾ, കൊടുങ്കാറ്റ്, അസ്വസ്ഥത, അല്ലേ? നമ്മളൊക്കെ തന്നെ എത്രയോ തരത്തിലുള്ള ദുരന്തങ്ങളെ കണ്ടവരാണ്. വലിയ പ്രളയം കണ്ടവരല്ലേ? വലിയ മഹാമാരി കണ്ടവരല്ലേ? ആ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ചെയ്ത പ്രവൃത്തി എന്തായിരുന്നു? പ്രാർത്ഥനയുടെ കൈകൾ ഉയർത്തുക. പ്രാർത്ഥനയിലാണ് നമ്മൾ ബലം പ്രാപിച്ചത്. ഇന്നും നമ്മൾ ജീവിച്ചിരിക്കുന്ന അതിൻ്റെ മഹത്വം കൊണ്ട് തന്നെയാണ്. പലരും കളിയാക്കുമായിരിക്കും. ഒരുപക്ഷെ കൊറോണയൊക്കെ വന്നപ്പോഴത്തേക്ക് എന്തോരം കളിയാക്കലുകളായിരുന്നു. ധ്യാന കേന്ദ്രങ്ങൾ എവിടെ? ധ്യാന ഗുരുക്കന്മാരെവിടെ? പ്രാർത്ഥനകൾ എവിടെ? ദേവാലയങ്ങൾ ഇവിടെ? അല്ലേ? എന്തോരം ചോദ്യങ്ങളായിരുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാ കളിയാക്കലുകളും, എല്ലാ കുറ്റം പറച്ചിലുകൾക്ക് നടുവിൽ തിരിച്ചു പറയാനല്ല, മറിച്ച് പ്രാർത്ഥനയുടെ വലിയ പോരാളികളാകാൻ നമ്മളെ കർത്താവ് വിളിക്കുക. അതുകൊണ്ടാ അടുത്ത വചനം, 13-ാമത്തെ വചനം പറയുന്നത്,
എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നീ ഒരു ദേവാലയത്തിൽ പോയാൽ, ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയാൽ, ഒരു ശുശ്രൂഷാലയത്തിൽ പോയാൽ ചെയ്യേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വചനം പറയുന്നു. എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കണം. ആരെ അന്വേഷിക്കണം? ദൈവത്തെ അന്വേഷിക്കണം. നമ്മൾ പള്ളിയിൽ പോയാൽ ആരെ അന്വേഷിക്കുന്നത്? നമ്മൾ ദൈവത്തെ അന്വേഷിക്കണം. വേറെ ഒരു പരിപാടിയില്ല. കഴിഞ്ഞ നാളിൽ ഒരു വികാരിച്ചൻ പറഞ്ഞിട്ട് ആ ഇടവകയിൽ ഒരു ചേട്ടനെ കാണാൻ പോയി. ആ ചേട്ടൻ കുറേ നാളായിട്ട് പള്ളി വരുന്നില്ല. കാരണം എന്നാണെന്നറിയോ? അദ്ദേഹം പറഞ്ഞു, അച്ചോ, ഈ പള്ളി പണിതതിന് ശേഷം ഞാനാണ് കഴിഞ്ഞ 18 വർഷമായിട്ട് ഈ പള്ളിയുടെ കൈക്കാരൻ, ട്രസ്റ്റി. എന്നാൽ പുതിയൊരു വികാരിച്ചൻ വന്നു, എന്നെ മാറ്റി വേറെ ആളുകളെ തിരഞ്ഞെടുത്തു. ഇനി ഞാൻ പള്ളിയിൽ പോണില്ല അച്ചോ. എന്നെ അവർ അവഗണിച്ചു. ഞാൻ പള്ളിയിൽ പോകുന്നില്ല. എൻ്റെ ചോദ്യം, എന്തിനാണ് നമ്മൾ പള്ളിയിൽ പോകുന്നത്? കൈക്കാരൻ ട്രസ്റ്റി ആവാനാണോ? സ്ഥാനമാനങ്ങൾ കിട്ടാനാണോ? മറ്റൊരിടവകയിൽ ഭയങ്കര അടി ആരൊക്കെ തമ്മിലാണെന്നറിയോ? പാട്ടുകാർ തമ്മിലടി. ക്വയർ മെമ്പേഴ്സ്, പാട്ടുകാർ തമ്മിലടി. വികാരിച്ചൻ പുതിയൊരു ഗ്രൂപ്പിനെയും കൂടെ ഇടവകയിൽ ഫോം ചെയ്തു. പഴയവർ, അത് കഴിഞ്ഞിട്ടുള്ളൊരു ജനറേഷൻ, പിന്നെ പുതിയവർ. അങ്ങനെ 3 ഗ്രൂപ്പിനെ ഫോം ചെയ്തിട്ടുണ്ട്. പുതിയ ഗ്രൂപ്പിനെ ഫോം ചെയ്തപ്പോൾ വികാരിച്ചൻ പറഞ്ഞു, ഞായറാഴ്ച ദിവസങ്ങളിൽ മുതിർന്നവർ ഈ കുർബാന, രണ്ടാമത്തെ ഗ്രൂപ്പ് ഈ കുർബാന, മറ്റത് ഈ കുർബാന, അങ്ങനെ തിരിച്ചു കൊടുത്തു. അപ്പോൾ പഴയ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ പറഞ്ഞു, ഞങ്ങളിനി പള്ളി പാടുന്നില്ല, ഞങ്ങൾ വേറെ പള്ളി പൊക്കോളാം. കാരണം ഇത്രയും നാളും ഞങ്ങൾക്കിവിടെ ഒരു സ്ഥാനമുണ്ടായിരുന്നു, വേറെ ആളുകളൊന്നും ഇവിടെ പാടിയിട്ടില്ല, ഞങ്ങളെ പാടിയിട്ടുള്ളൂ, പുതിയ ആളുകളൊന്നും വേണ്ട. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനാ പള്ളിയിൽ പോണേ? നമ്മൾ എന്തിനാ ധ്യാന മന്ദിരത്തിൽ പോണേ? കണ്ടിട്ടില്ലേ, ധ്യാന മന്ദിരങ്ങളിൽ പോലും വർഷങ്ങളോടെ പോയി ചിലർ അവരാണ് അവിടുത്തെ കാര്യങ്ങൾ നടന്നത്. അവരില്ലെങ്കിൽ ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ദൈവത്തെ അന്വേഷിക്കാനാണ് ദേവാലയത്തിൽ, പ്രാർത്ഥനാലയത്തിൽ പോകുന്നത്, വേറെ ഒരു പണിക്കുമല്ല. ദൈവത്തെ അന്വേഷിച്ച്, ദൈവകാര്യങ്ങൾ അന്വേഷിച്ച്. അതുകൊണ്ടാ വചനം നമ്മളെ പഠിപ്പിച്ചത്, എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കണം. ധ്യാനകേന്ദ്രത്തിലൊക്കെ വരുമ്പോൾ ചുരുക്കം ചിലരെങ്കിലും അന്വേഷിച്ച് വരും, അച്ചോ ഇവിടെ AC മുറിയുണ്ടോ, ഇവിടുത്തെ സൗകര്യങ്ങൾ എങ്ങനെയാണ്, ഞാൻ ആദ്യം ഈ സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണട്ടെ, എന്നിട്ട് ആലോചിച്ചിട്ട് വേണമെങ്കിൽ ധ്യാനത്തിന് വരാം, അല്ലേ? ഭക്ഷണം എങ്ങനെയുണ്ട്, ഇവിടുത്തെ പാട്ടുകാരെങ്ങനെയുണ്ട്, ഇവിടുത്തെ വൈദികരെങ്ങനെയുണ്ട്, സ്ഥല സൗകര്യങ്ങൾ എങ്ങനെയുണ്ട്, ഇതിങ്ങനെ നോക്കി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ധ്യാനകേന്ദ്രം പ്രാർത്ഥനാലയമാണ്. അത് റിസോർട്ടല്ല, അത് പാർക്കല്ല, അത് റെസ്റ്റോറൻ്റ് അല്ല, അത് പ്രാർത്ഥനാലയമാണ്. നമ്മളൊരു ധ്യാനത്തിനൊരു ശുശ്രൂഷയ്ക്കൊക്കെ ഇടവകയിലോ ഏത് കൂട്ടായ്മയിൽ പോയാലും ഇത് മനസ്സിലോർക്കണം. ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ ദൈവത്തോട്, എൻ്റെ ദൈവത്തെ തേടാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക, എളിമപ്പെടുക. നമ്മൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്വയം അംഗീകരിക്കുക. അഹങ്കരിക്കാനൊന്നുമില്ല. നമ്മൾ ഇത്രയേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അംഗീകരിക്കണം. കുറേ നാളുകൾക്ക് മുമ്പ് ഒരു പള്ളിയിൽ അവിടെ തിരുനാൾ കുർബാനയോട് ബന്ധപ്പെട്ട് കുർബാനയ്ക്ക് ചെന്നപ്പോഴത്തേക്ക് വികാരിച്ചൻ പറഞ്ഞു, അച്ഛൻ ഗബ്രിയേൽ മാലാഖയുടെ പെങ്ങളെ കണ്ടിട്ടുണ്ടോ? ഞാൻ ചോദിച്ചു, ഗബ്രിയേൽ മാലാഖയുടെ പെങ്ങളോ? അതാരാ? അങ്ങനെയുള്ളവരൊക്കെ ഈ ഇടവകയിലുണ്ട്. കുർബാനയ്ക്ക് അച്ഛൻ കയറുമ്പോഴത്തേക്ക് വലതുവശത്തേക്ക് നോക്കിയാൽ മതി, കാണാൻ പറ്റും. അപ്പോൾ ഈ കുർബാനയ്ക്ക് കയറി എന്ന് പിതാവിനും പുത്രനൊക്കെ വെച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യമാണ് എൻ്റെ മനസ്സിൽ. അപ്പം ഞാൻ അവരോട് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഒരു ആമുഖത്തിന് ഒരുക്കുന്നതിനിടയ്ക്ക് ഞാനിങ്ങനെ നോക്കി, ഗബ്രിയേൽ മാലാഖയുടെ പെങ്ങൾ. പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു ചേച്ചി കൈയൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും കൈകൂപ്പി നിൽക്കുമ്പോൾ ഈ സ്ത്രീ കൈയൊക്കെ കെട്ടി, ഈ പള്ളി എൻ്റെയാണ്, ഈ പള്ളിയിലെ കാര്യങ്ങൾ എൻ്റെയാണ്, ആ പ്രദേശത്തെ വലിയൊരു സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലെ ചേച്ചിയാണ്, ഇതെല്ലാം എൻ്റെയാണ്. കൈ കൂപ്പാൻ പോലും തയ്യാറല്ല. പ്രിയപ്പെട്ടവരെ, എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക. ഗബ്രിയേൽ മാലാഖൻ്റെ പെങ്ങളൊന്നും നമ്മളാവേണ്ട, മറിച്ച് എളിമപ്പെട്ട് പ്രാർത്ഥിക്കാനുള്ള മനോഭാവം.
കർത്താവിൻ്റെ മുമ്പിൽ ശാന്തമായിട്ട് പ്രാർത്ഥിക്കാനുള്ള തീരുമാനം. ഇതാ വചനം പഠിപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യം, തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുക. മാനസാന്തരം. നമ്മൾ പ്രാർത്ഥനാലയത്തിൽ പോയാൽ, ഒരു ദേവാലയത്തിൽ ചെന്നാൽ, ധ്യാന മന്ദിരത്തിൽ ചെന്നാൽ നമുക്ക് വേണ്ടത് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം, മാനസാന്തരം, ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയാനുള്ള മനസ്സ്. അങ്ങനെ ചെയ്താൽ വചനം പഠിപ്പിക്കുന്ന എന്നാന്നറിയോ, ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. കർത്താവ് നമ്മുടെ പാപം ക്ഷമിക്കുമെന്ന്, നമ്മുടെ ദേശം സമ്പുഷ്ടമാക്കുമെന്ന്. ഇതിനപ്പുറം എന്താ വേണ്ടേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിനല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? കർത്താവായ യേശു ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളോട് പറയുന്നത്, നിന്റെ ദേശം സമ്പുഷ്ടമാക്കപ്പെടാൻ, കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാവാൻ ധ്യാന കേന്ദ്രങ്ങളിൽ പോയി ധ്യാനം കൂടണം, ശുശ്രൂഷകളിൽ ചേർന്ന് പങ്കെടുക്കണം, പ്രാർത്ഥിക്കണം, കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്രദമാക്കണം. ചില ആളുകളെ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഉള്ള പ്രാർത്ഥനയൊക്കെ മതി, പുതിയ പ്രാർത്ഥനയൊന്നും വേണ്ട, പുതിയ ഒരു രീതി എനിക്ക് വേണ്ട, ഞാൻ ഹാപ്പിയാണ്. ഇങ്ങോട്ട് നോക്കിക്കേ, ആത്മീയമായി വളരാൻ കിട്ടുന്ന അവസരങ്ങൾ അത് ഉപയോഗിക്കണം. മിനിമം സ്പിരിച്വാലിറ്റി കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കരുത്. അങ്ങനെ ഇരുന്നാൽ അവിടെ ഇരിക്കും. തമ്പുരാൻ കർത്താവ് കാലാകാലങ്ങളിൽ നമുക്ക് വേണ്ടി, ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ധ്യാന മന്ദിരങ്ങൾ, ശുശ്രൂഷകൾ പലതും കർത്താവ് ഉയർത്തും. ആ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്രദമാക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ മുരടിച്ചു പോവും. ആത്മീയ ജീവിതം മുരടിച്ചു പോവും. നമ്മൾക്കറിയാമല്ലോ, നമ്മുടെ ശരീരം ഭക്ഷണം കഴിക്കുന്നതനുസരിച്ച് ശരീരം വളരുന്നു, ബലം പ്രാപിക്കുന്നു, നല്ല കാര്യം. എന്ന പോലെ തന്നെ ആത്മീയ ജീവിതത്തിലും അതിന് ഭക്ഷണം ആവശ്യമാണ്. ആ ഭക്ഷണം നമ്മൾ കൊടുക്കണം. കിട്ടുന്ന സാഹചര്യങ്ങൾ ഉപയോഗപ്രദമാക്കണം. ഒരു ധ്യാനത്തിന് വർഷത്തിൽ ഒരു ധ്യാനമെങ്കിലും കുടുംബമായിട്ട് ഏതെങ്കിലും ധ്യാന മന്ദിരത്തിൽ പോയിരുന്ന് പങ്കെടുക്കാൻ ഒന്ന് ശ്രമിക്കണ്ടേ? അതിനുവേണ്ടി ഒന്ന് ആഗ്രഹിക്കണ്ടേ? അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. പലർക്കും പലതിനെക്കുറിച്ച് അറിയാം, പക്ഷേ ഒരു ശുശ്രൂഷയെക്കുറിച്ചും ധ്യാന മന്ദിരങ്ങൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിവില്ല. കഴിഞ്ഞ നാളിൽ ഞാനൊരു കേരളത്തിൽ ഒരു സ്ഥലത്ത് ഒരു ഇടവകയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ, ആദ്യത്തെ ദിവസത്തിൻ്റെ ശേഷം ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങളവിടെ ഇരിക്കുമ്പോൾ അവിടുത്തെ അടുക്കളയിൽ നിൽക്കുന്ന കുറേ ചേച്ചിമാരുണ്ട്. ആ ഇടവകയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള മാതൃസംഘത്തിലെ ചേച്ചിമാരാണ്. അതിലൊരു ചേച്ചി വന്നിട്ട് ചോദിച്ചു, അച്ചോ, ഈ പോട്ടാശ്രമത്തിൽ ഇപ്പോഴും ധ്യാനങ്ങളൊക്കെ ഉണ്ടോ? അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഞാൻ ചോദിക്കാൻ കാരണം 25 വർഷം മുമ്പ് ഞാൻ അവിടെ വന്ന് ധ്യാനം കൂടി, അങ്ങനെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചതാണ്. ഞാൻ പറഞ്ഞു, എന്ത് അനുഗ്രഹമാണ് കിട്ടിയത്? അച്ചോ, കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അപ്പോൾ ആരോ പറഞ്ഞു, പോട്ടാശ്രമത്തിൽ പോയി കണ്ണുനീരോടെ പ്രാർത്ഥിക്ക്, ദൈവം തരും. അച്ഛാ, ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ആ ആലയത്തിൽ വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. തമ്പുരാൻ കർത്താവ് ഇടപെട്ടു. അങ്ങനെ കർത്താവ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി. എന്നിട്ട് പറഞ്ഞോട് ആ ചേച്ചി പറഞ്ഞു, അച്ഛാ, പള്ളിക്ക് പുറത്ത് നിൽക്കുന്ന ആ മാനെ കണ്ടോ? അവനാണ് അന്ന് ഞങ്ങൾക്ക് തമ്പുരാൻ കർത്താവ് തന്ന സമ്മാനം. മിടുക്കനാച്ചാ, മിടുക്കൻ. കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. അച്ചോ, 25 വർഷം മുമ്പ്. ഇപ്പം അവിടെ ധ്യാനമൊക്കെ ഉണ്ടോ? ഞാൻ ചോദിച്ചു, ചേച്ചി 25 വർഷത്തിന് ശേഷം ആ വഴി വന്നിട്ടുണ്ടോ? ഇല്ലച്ചാ, പലപ്പോഴും വരണമെന്ന് തോന്നി, പല പ്രശ്നങ്ങൾ വന്നപ്പോൾ തോന്നി വരാൻ, പക്ഷേ വരാൻ പറ്റിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൃപ കിട്ടിയ സ്ഥലങ്ങളൊന്ന് സന്ദർശിക്കണം. ഒരിക്കൽ കൃപ കിട്ടി പിന്നീട് ആ വഴിക്ക് തിരിഞ്ഞു പോകാതിരിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കരുത്. കണ്ണുനീര് വരാൻ വേണ്ടി കാത്തിരിക്കരുത്. മറിച്ച് കിട്ടിയ കൃപയ്ക്ക് നന്ദി പറയാൻ മാത്രമല്ല, ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ആ സ്ഥലങ്ങളിൽ പോവണം, പ്രാർത്ഥിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കർത്താവ് ക്രമീകരിക്കും. അപ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ഒരു ധ്യാനം കുടുംബമായിട്ട് പങ്കെടുക്കുക. ഇനിയിപ്പോൾ കുടുംബത്തിന് ഒരുമിച്ച് പറ്റിയില്ലെങ്കിലും കുടുംബത്തിലെ അംഗങ്ങൾ മാറിപ്പോയി പങ്കെടുക്കുക. ആ ആത്മീയ അഭിഷേകം അവിടെ നിൽക്കും. അതുകൊണ്ടാണ് ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം, 2-ാം പുസ്തകം ദിനവൃത്താന്ത 7-ാം അധ്യായം അതിൻ്റെ 15-ാം തിരുവചനം പറയുന്നത്, ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും
ജാഗരൂകമായിരിക്കും. ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ്റെ മുമ്പിൽ നമുക്കൊരു തീരുമാനം, നന്നായിട്ട് പ്രാർത്ഥിക്കാൻ. ധ്യാന മന്ദിരങ്ങളും ശുശ്രൂഷകളും ഇടവക ദേവാലയങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കാൻ, പ്രാർത്ഥിക്കാനുള്ള തീരുമാനം. അവിടെ എങ്ങനെയൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നൽകുന്ന ഉറപ്പ്, ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗ്രതയുള്ളവരായിരിക്കും. എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കർത്താവ് വാഗ്ദാനം ചെയ്യുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത നമുക്കെല്ലാവർക്കും വ്യക്തമായൊരു തീരുമാനമെടുക്കാം. ധ്യാന കേന്ദ്രങ്ങളിൽ പോയി ധ്യാനം കൂടാൻ, തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കാൻ, ഇടവക ദേവാലയത്തോട് സ്നേഹത്തോടും കൂട്ടായ്മയോടും കൂടെ ആയിരിക്കാനുള്ള വലിയ തീരുമാനം. കാരണം ദൈവം നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഇടങ്ങളാണ്. വീട്ടിൽ തന്നെ ഇരിക്കാതെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോവുക, പ്രാർത്ഥിക്കുക. വലിയ ദൈവാനുഗ്രഹം സർവശക്തനായ ദൈവം എല്ലാവർക്കും സമ്മാനിക്കും. ആമേൻ.